എടാ കുറച്ച് പിടിയും താറാവേറി എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ബംഗ്ലാവിൽ കൊണ്ട് കൊടുത്തേ. അവിടെ അതൊക്കെ ഉണ്ടെന്നേ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എൻ്റെ പൊന്നേടാ, അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി എടുത്ത് വെച്ചേക്കുന്നതാ. ഇതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. കൊണ്ട് കൊടുത്തേ. ആ അവിടെ വെച്ചേക്ക് കൊണ്ട് കൊടുക്കാം. കൊടുക്കണേടാ. കൊടുക്കാവുന്ന കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. കുറച്ച് പിടിയും താറാവ്. ഇന്ന് ചേട്ടന്റെ വീടിന്റെ കട്ടിലോപ്പായിരുന്നു. ഒന്ന് അച്ഛന് കൊടുത്തേക്ക്. എങ്കി ബെല്ലിനെ കൊണ്ട് കൊടുക്ക്. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത്? ആ ജോബിഷിന്റെ കട വരെ ഒന്ന് പോണം. പുതിയ വല്ല കേസ് കേട്ട് വേണം? ഹേയ്, പഴയ കേസ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ. എന്തായാലും ബെല്ല് എന്നെ കൊടുത്താൽ മതി. ശരി. സംഭവം ഒറിജിനൽ ഗൾഫ് സ്വർണ്ണമാണ്. അത് മനസ്സിലായി. എല്ലാ ടാക്സും കിട്ടി പേപ്പറും ശരിയാക്കിയതുകൊണ്ടേ ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടമൊക്കെ ശരിയാ. നിങ്ങൾ ന്യായമായിട്ടുള്ള ഒരു വില പറഞ്ഞു. ഞങ്ങൾക്കിത് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതൊന്നും അല്ലല്ലോ, കച്ചവടം നടത്താനുള്ളതല്ലേ. അല്ല, ആഭരണമാക്കി വേണേ അങ്ങനെ തരാം. അത് വേണ്ട, പണിക്കാരൊക്കെ ഞങ്ങളേലും ഉണ്ട്. നീ ആ ഫോൺ അങ്ങ് എടുക്ക്. ഞാൻ ഒരു മിനിറ്റ് ഇപ്പോൾ വരും. ഹലോ. എപ്പോ തൊട്ട്? നീ ഒരു കാര്യം ചെയ്യാം, നെഞ്ചത്തൊന്നും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്കും. ശ്വാസം കൊടുക്കാൻ അറിയോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട്. ശരി, എന്നാ വന്നിട്ട് നോക്കാം. ജോഷേ, എടാ അച്ഛൻ എന്തോ ബുദ്ധിമുട്ടെന്ന്. ഞാനൊന്നും അങ്ങോട്ട് പോവാം. ഇവിടെ ഏകദേശം സെറ്റാ. നീ അങ്ങ് പോവാ. ശരി. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഡീലിന് ക്യാഷ് വെച്ചേക്കോ. അത് ക്യാഷ് തന്നെ തരാം. എന്തായാലും അച്ചായോ, പൾസൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത് എത്ര നേരമായി കിടപ്പ്? കുറച്ചു നേരമായി. അച്ഛാ, അച്ചായോ, അച്ഛാ, അച്ഛാ. നമുക്ക് വേണ്ടി ഞാനത് ചെയ്തു. ബെല്ല് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പേടിക്കരുത്. പേടിച്ചാൽ നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണമെല്ലാം ഓടി നടന്ന് നോക്കാൻ.
എല്ലാ സാധനം എടുത്താത്ത് വെക്ക്. നിന്നോടല്ലടാ പറഞ്ഞ് എടുത്തു വെക്കാൻ. അതിച്ചയ ഇവിടെ മൊത്തം അലങ്കോലേക്ക് എടുക്കുക. 2 ദിവസം പിടിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഞങ്ങൾ തന്നെ ആണോ? ഇവിടെ താമസം ബുദ്ധിമുട്ടായിരിക്കും. മാനേജറോട് പറഞ്ഞ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറാൻ പറ്റിയല്ല. വിട്ടെ, ഈ വീട് ഞങ്ങളുടെ അപ്പാപ്പനായിട്ട് ഉണ്ടാക്കിയിട്ടതാ. അതിനിപ്പോഴും എനിക്ക് അവകാശമുള്ളതാ. എന്നിട്ട് ഒരു കവക്കൂട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒന്ന് കയറിക്കോളാം. മാറിയതടി. നീ എത്ര നാൾ ഇവിടെ കിടന്ന് മെനയ്ക്കൊന്ന് നോക്കാൻ തന്നെ അടിയാൻ വന്നേ. ചേട്ടത്തി വാ, അവള് കയറാൻ പറ്റിയായിരുന്നു. ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമെന്ന്. മോളിങ് പോരെ.